എടാ അബ്ബാസേ, എന്റെ ഫസ്റ്റ് ബാംഗ്ലൂരില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ബാംഗ്ലൂരൊക്കെ അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഹൗസ് ഷിഫ്റ്റിംഗ് മാത്രമാണ് നമ്മൾ എടുക്കലുള്ളൂ? നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഹൗസ് ഷിഫ്റ്റിംഗ് ആണ്. വീട്ടു സാധനങ്ങൾ, ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വീട്ടു സാധനങ്ങളില്ലേ, ആ സാധനങ്ങൾ നമ്മൾ എവിടെയാണോ ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ളത് അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് അടുത്ത അവർക്ക് ഏത് ലൊക്കേഷനാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ട് റീ അറേഞ്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രൊഫഷൻ പാക്കേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്ലാസ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണത് അതെങ്ങനെയാണ്? കിച്ചണിൽ വരുന്ന ഈ ഗ്ലാസ് ഐറ്റംസ്, പൊട്ടുന്ന ഐറ്റംസ് അല്ലേ? എടാ അത് സംഭവം എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളതാണ്. നമ്മളത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്രോക്കറി ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു നമ്മുടെ ന്യൂസ് പേപ്പർ പോലത്തെ ഒരു റാപ്പിംഗ് ഷീറ്റില്, ന്യൂസ് പേപ്പർ തന്നെ ആയിരിക്കും, അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഓരോന്നും റാപ്പ് ചെയ്ത് വെച്ച് ആണ് അതിന് സെപ്പറേറ്റ് ആയിട്ട് കെയർ കൊടുത്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടി വി പോലത്തെ സാധനങ്ങളില്ലേ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലത്തെ സ്പീക്കർ സെറ്റ്, അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് നമ്മുടെ ഒരു ഫോം ഷീറ്റ് ഉണ്ട്, ഇതില് പൊതിഞ്ഞ് എടുത്താണ് ചെയ്യാറ്. അതല്ലെങ്കിൽ നമ്മൾ ബബിൾ റാപ്പ് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ ഏച്ചറില്ല നമ്മുടെ വണ്ടി, വലിയ വണ്ടി, അപ്പൊ അതിലൊക്കെ നമ്മൾ ബാംഗ്ലൂർ എടുക്കുന്നത് നമ്മള് ശരിക്കും നമ്മുടെ എന്തേലും സാധനങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള വണ്ടികളാണ് പോകാറ്. നമ്മളിത് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഒരു 10 അടിയുടെ ബൊലേറോ പിക്കപ്പ്, പിന്നെ വരുന്ന ഒരു 8 അടിയുടെ ബൊലേറോ പിക്കപ്പ്, പിന്നെ നമുക്ക് വലിയ വണ്ടിയുണ്ട്, കവേർഡ് ആയിട്ടുള്ള വണ്ടിയുണ്ട്, ഐഷർ, അത് 14 അടിയാണ്, അതും പോകാറുണ്ട്. നമ്മൾ നോർമലി ഈ 3 വണ്ടികളിലാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.